ദുബായ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കാണണമെങ്കിൽ നമ്മൾ വൈകുന്നേരം പുറത്തിറങ്ങണം. ബാക്കി എല്ലാ സമയത്തും നല്ല ചൂടാട്ടോ. കൊടും ചൂടിൽ നിന്നും തണുപ്പിലേക്ക് കാല് വെച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ദുബായിയുടെ ഈവനിങ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാനിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. നമ്മുടെ അഴിച്ചു പണിയാൻ കൊടുത്തേക്കുന്ന ക്യാമറ തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇനി കാണാൻ പോകുന്നതാണ് ദുബായ് ഫ്രെയിം. ഈ ദുബായ് ഫ്രെയിം രാവിലെ കാണാൻ കുറച്ചുകൂടെ ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ ഇതിനകത്ത് കയറിയിട്ടില്ല. ഇതിനകത്ത് കയറിയിട്ട് ഒരു ഫുൾ വീഡിയോ ഞാൻ എന്തായാലും എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. നമ്മളിപ്പോൾ ഉള്ള ഏരിയ എന്ന് പറയുന്നത് ബർദുബായ് കേട്ടോ. ഭയങ്കര ഹെവി ട്രാഫിക്കുള്ള സ്ഥലമാണ്. നമ്മൾ ഈ ക്യാമറ കൊടുത്തിട്ടുള്ളത് ക്യാമറ സ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിലാണ്. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാട്ടോ ഇവിടെ ഉള്ളത്. അവർ ഈ ക്യാമറേനെ നല്ല വൃത്തിക്ക് അതിനകത്തുള്ള പൊടിയൊക്കെ ക്ലീൻ ചെയ്ത് അടിപൊളിയാക്കി തന്നു. ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിലുള്ള ക്യാമറ Canon 70 ആണ്. കുറച്ചുകൂടെ പഴയ മോഡലാണ്. കാരണം എനിക്ക് എൻ്റെ എൻഗേജ്മെൻറ്റിന് ഹസ്ബൻഡ് ഗിഫ്റ്റ് തന്നതാട്ടോ. എന്താ വേണമെന്ന് വെച്ചപ്പോൾ എനിക്ക് ക്യാമറ വേണമെന്ന് പറഞ്ഞത്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ എനിക്കൊരു ലെൻസ് കൂടെ വേണമെന്നൊരു ആഗ്രഹം വന്നു. അങ്ങനെ 50mm ലെൻസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ അപ്പറേച്ചർ വന്നിരിക്കുന്നത് 1.8 ആണ് കേട്ടോ. ചീപ്പ് റേറ്റിന് കിട്ടിയപ്പോൾ വാങ്ങിച്ചാണ്. പക്ഷേ അബദ്ധം പറ്റിയെന്ന് പറയാമല്ലോ. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് 1.4 അപ്പറേച്ചർ വരുന്ന ക്യാമറയായിരുന്നു. കാരണം 1.4ന് കുറച്ചുകൂടി ക്രീമി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കി എടുക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ എടുക്കുന്ന ഫോട്ടോസ് കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നത് 1.4 അപ്പറേച്ചർ വരുന്നതാണ്. ഇതൊന്നും കൂടാതെ 1.4ന് കുറച്ചുകൂടെ വില കൂടുതലാട്ടോ. ക്യാമറയ്ക്ക് നേരായി കിട്ടി കുറേ ഫോട്ടോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.